ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും ബൈബിൾ എടുക്കുക. ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നീങ്ങുക. അല്പനേരത്തെ പ്രബോധന ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ ദൈവം സഹായിക്കുന്ന പോലെ പങ്കുവെക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. എല്ലാവരും എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെയാണ് ഞാൻ വായിക്കുന്നത്. എല്ലാവരും ദയവ് ഇത് ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്: ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഈ വേദഭാഗത്തു നിന്ന് പ്രബോധനമായിട്ട് പറയുന്ന 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തരുന്ന ചിന്ത, ഇവിടെ ഒരു 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇവിടെ ആദ്യം ഒരു കൃപയും സമാധാനവും എന്നുള്ള ഒരു ആശീർവാദവും, പിന്നെ രണ്ടാമത് ഒരു സ്തോത്രമാണ്. അത് യേശുക്രിസ്തുവിന് മാത്രമായിട്ടുള്ള ഒരു സ്തോത്രമാണ് 6-ാമത്തെ വാക്യവും. ഈ 2 വാക്യത്തിലും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതില് 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ ആരാണെന്നുള്ള 3 കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് 6-ാമത്തെ വാക്യത്തില് അവൻ നമുക്ക് വേണ്ടി ചെയ്ത 3 കാര്യങ്ങൾ. യേശുക്രിസ്തു ആരാണെന്നുള്ള 3 കാര്യങ്ങൾ 5-ാമത്തെ വാക്യത്തിലും, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് എന്താണ്, അവന്റെ പ്രവൃത്തി 6-ാമത്തെ വാക്യത്തിലുമാണ്. അപ്പൊ ഒന്നാമതായിട്ട് അവന്റെ വ്യക്തിത്വം, അവൻ ആരാണെന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് കേട്ടെ. 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് 5-ാമത്തെ വാക്യത്തില് പിതാവിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും പറഞ്ഞതിന് ശേഷം പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശ്വസ്ത സാക്ഷിയാണ് അവൻ. വിശ്വസ്ത സാക്ഷി. കർത്താവ് പറയുന്നത് സത്യമാണ്. നമ്മൾ ചിലരെയൊക്കെ പേരിട്ട് വിളിക്കും സത്യൻ. പക്ഷെ സത്യൻ ചിലപ്പോൾ സത്യം പറയണമെന്നൊന്നുമില്ല. പക്ഷെ സത്യൻ എന്നുള്ള വാക്കിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവ് സത്യം തന്നെയാണ്, അല്ലെ? ഞാൻ തന്നെ വഴിയും സത്യവുമാകുന്നു. കർത്താവ് സത്യത്തിന്റെ പ്രതിപുരുഷനാണ്. സത്യം എന്ന് പറയുന്ന യാഥാർത്ഥ്യം മനുഷ്യരൂപം എടുത്താൽ എങ്ങനെ ഇരിക്കും? യേശുക്രിസ്തുവിനെ പോലിരിക്കും. കർത്താവിന്റെ ജീവിതം, കർത്താവിന്റെ നടപ്പ്, കർത്താവിന്റെ വാക്കുകളെല്ലാം സത്യം പ്രസ്താവിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവന്റെ പേര് തന്നെയാണ് വിശ്വസ്ത സാക്ഷി. സാക്ഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സാക്ഷീകരിക്കുന്നവൻ, അല്ലെ? അതിനെക്കുറിച്ച് പറയുന്നവൻ. അപ്പൊ ഈ സാക്ഷി വിശ്വസ്ത സാക്ഷിയാണ്. എന്താ അതിന്റെ അർത്ഥം എന്ന് അറിയാവോ? കർത്താവ് പറയുന്ന വചനമൊക്കെ കണ്ണും പൂട്ടി വിശ്വസിക്കാം. ഒന്ന് ചിന്തിച്ചേ, കർത്താവിന്റെ വാക്തത്വങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കാം. കാരണം പറയുന്ന ആരാ? കള്ളം പറയാത്തവൻ, പോഷ്ക് പറയുവാൻ കഴിയാത്തവനാണ് നമ്മുടെ ദൈവം. അത് തിമോത്തിയോസിലും എബ്രായ ലേഖനത്തിലും ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് പോഷ്ക് പറയാൻ കഴിയില്ല. നമ്മൾ ചിലപ്പോൾ പ്രസംഗത്തിലൊക്കെ പറയും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന്. ഒരു കാര്യമുണ്ട് കേട്ടോ, പോഷ്ക് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് കള്ളം പറയാൻ അത് അസാധ്യമാണ്. എല്ലാം സാധ്യമാണ്. പക്ഷെ ഒന്ന് അസാധ്യം. എന്താ? ദൈവത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് അസാധ്യമാണ്, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ വാക്തത്വം കണ്ണും പൂട്ടി വിശ്വസിക്കാം. നിങ്ങളൊക്കെ ആ വാക്തത്വം കണ്ണും പൂട്ടി വിശ്വസിക്കുന്നുണ്ടോ? അതാ പ്രബോധനം, അല്ലെ? വാക്തത്വങ്ങൾ മുറുകെ പിടിക്കണം, അല്ലെ? ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ വചനം മുഴുവൻ വാക്തത്വം മാത്രമല്ല, കൽപ്പനകൾ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നുണ്ടോ? അതോ
കർത്താവെ കുറച്ച് വെള്ളം ചേർക്കാം, ഇത്രയൊക്കെ വേണം അനുസരണം അല്ലേ? ഞാൻ ചിലപ്പോഴൊക്കെ വിശ്വാസികൾ പലരെ കുറിച്ച് പറയുമ്പം അവിടുത്തെ ആ ചേട്ടൻ അല്ലെങ്കിൽ ആ സഹോദരി ഭയങ്കര ഭക്തയാ, എന്താ ഭയങ്കര ഭക്ത, പിന്നെ കുറച്ച് കാര്യം പറയുമ്പോഴത്തേക്ക് തിരിച്ച് അവർ പറയും അത്രയൊക്കെ വേണം, അതിച്ചിരി ടൂ മച്ച് അല്ലേ? അത്രയൊന്നും കർത്താവിനെ നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് തന്നെ മഴ പെയ്തോ വരണ്ട, ചിലരൊക്കെ തീരുമാനിച്ച് വീട്ടിൽ ഇരുന്നു അല്ലെ, അത്രയൊന്നും അനുസരിക്കണം, മഴയത്തൊന്നും പോണ്ട, കിടുകിടാ വിറയ്ക്കുമ്പോഴാണെങ്കിൽ ആരാധന വീട്ടിൽ ഇരുന്നു ആരാധിക്കാമല്ലോ, ഇങ്ങനെ പറയുന്നവരുണ്ടല്ലോ അല്ലേ? എന്താ വ്യക്തിപരമായ ആരാധനയും സഭ ആരാധനയും നമ്മൾ വ്യത്യാസം, എവിടെ ഇരുന്നാലും ആരാധിക്കാമല്ലോ, ദൈവം സർവ്വവ്യാപിയാണല്ലോ അല്ലേ? നമ്മൾ ഇവിടെ വന്നത് ദൈവത്തെ ഇവിടെ കാണാനല്ല, ദൈവം എല്ലായിടത്തും ഉണ്ട്. ഇവിടെ വന്നത് സഹോദരങ്ങളുമായിട്ട് ചേർന്ന് ആരാധിക്കാനാണ്, തമ്മിൽ ശുശ്രൂഷിക്കാനാണ്, ഈ ശരീരത്തെ പണിയാനായിട്ടാണ്. എവിടെ നിന്നും ആരാധിക്കുക, അതൊക്കെ ശരിയാണ്. അപ്പൊ കർത്താവിന്റെ വാക്തത്വം, കർത്താവിന്റെ കൽപ്പന. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്, കർത്താവിന്റെ ശാസന. അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്തേച്ച് നിർത്താൻ കർത്താവിനെ. അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് 10 വർഷമായി, ഒരു പ്രാവശ്യം അല്ലേ? നമ്മളൊക്കെ പറഞ്ഞപ്പോ തന്നെ നിർത്തിയിട്ടുണ്ടോ പാപം? ദോഷം വിട്ടുമാറി നന്മ ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. 34-ാം സങ്കീർത്തനത്തിലെ വാക്യം നമ്മളൊക്കെ വിട്ടുമാറിയ അല്ലേ? നമ്മളോട് കർത്താവ് പണ്ടൊരിക്കൽ ദേവദാസൻ പറഞ്ഞു, പുള്ളി ഒരു ദിവസം ഒരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ഒരിക്കലും കർത്താവിനെ കൊണ്ട് ഒരു കാര്യം രണ്ടാമത് പറയിപ്പിക്കത്തില്ലെന്ന്. ഈ പറഞ്ഞ അപ്പച്ചൻ 70 വയസ്സുള്ള അപ്പച്ചനാണ്. പുള്ളി പറഞ്ഞു ഞാൻ പിന്നെ അത് പാലിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനൊക്കെ അത് കേട്ടപ്പോഴേ, നമ്മുടെയൊക്കെ അടുത്ത് കർത്താവ് ഒരു 100 പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ എന്തോന്ന് പോലും പഠിക്കത്തുള്ളൂ, പിന്നെ അത് ചെയ്യണോ വേണ്ടേ തീരുമാനിക്കും അല്ലേ? എന്താ കുഴപ്പം? ഈ പറയുന്നത് വിശ്വസ്ത സാക്ഷിയാന്ന് ബോധ്യമില്ല. ശാസന പറയുമ്പോൾ അത് വിട്ടുമാറണമെന്ന് പറയുമ്പോൾ അത് ശരിക്കും വിട്ടുമാറേണ്ട എന്തോ. അപ്പൊ അത് നമ്മൾ പറയുന്നത് വിട്ടുമാറിയില്ലേലും ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റുമെന്ന് അല്ലല്ലല്ല. അപ്പൊ കർത്താവിന്റെ വാഗ്ദത്തം, കർത്താവിന്റെ കൽപ്പനകൾ, കർത്താവിന്റെ ശാസനകൾ എല്ലാം കണ്ണും പൂട്ടി വിശ്വസിക്കണം. നമുക്ക് വാഗ്ദത്തം മാത്രം മതി കണ്ണും പൂട്ടി അല്ലേ? എല്ലാം അനുസരണമാകട്ടെ, വിശ്വാസ ജീവിതമാകട്ടെ, എല്ലാത്തിലും അവനെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ. പ്രത്യേകിച്ച് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പിന്നീട് ഈ ഭൂമി, ഈ ചരിത്രമൊക്കെ എങ്ങനെ അവസാനിക്കുന്നത്, സുവിശേഷം അനുസരിക്കാത്തവരുടെ അന്ത്യം എന്തുമായിരിക്കും, സുവിശേഷം അനുസരിച്ചവരുടെ അന്ത്യം എന്തുമായിരിക്കും എന്നൊക്കെയാണ് മുന്നോട്ട് പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം. വേറെ ആരും പറയുന്നതല്ല ഭാവി, യേശു ക്രിസ്തു പറഞ്ഞതാണ് ഭാവി. ദൈവവചനം പറയുന്നതാണ് ഈ ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും ഭാവി, അല്ലാതെ വേറെ ആരും പറയുന്നതല്ല. ശാസ്ത്രജ്ഞർ പറയുന്നതല്ല, മനുഷ്യർ പറയുന്നതല്ല, ലോകം പറയുന്നതല്ല. നമ്മുടെ അധികാരം ദൈവവചനമാണ്. കാരണം ഈ പറയുന്ന ദൈവം കള്ളം പറയാത്ത വിശ്വസ്ത സാക്ഷിയായവനാണ്. രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, മരിച്ചവരിൽ ആദ്യജാതനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദ്യമായിട്ട് പുനരുത്ഥാനം പ്രാപിച്ചവൻ. അപ്പൊ ചിലരൊക്കെ ചോദിക്കും, അയ്യോ കർത്താവ് തന്നെ എത്ര പേരെ മരണത്തിൽ നിന്ന് ഉയർത്തി അല്ലേ? കർത്താവ് മരിക്കുന്നതിന് തന്നെ മുമ്പേ 3 പേരെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഒരു പെൺകുട്ടിയെ ഉയർത്തി, പിന്നെ നൈൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർത്തി, പിന്നെ ലാസറിനെ ഉയർത്തി, പിന്നെ അങ്ങനെ കർത്താവ് ഒന്നാമതെത്തി മരിച്ചവരിൽ ആദ്യജാതനായ അവരൊക്കെ കർത്താവിന് മുമ്പേ ഉയർന്നില്ലേ? അത് വ്യത്യാസമുണ്ട് അല്ലെ? അവരെയൊക്കെ കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തിയെങ്കിലും അവർ പിന്നെയും പോയി ശാരീരിക മരണം സംഭവിക്കും. എല്ലാവരും മരിച്ചു, 3 പേരും മരിച്ചു പോയിട്ടില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഇനി മരിക്കയില്ല അല്ലെ? ആ ഒരു പുനരുത്ഥാനം നമുക്കിനി അവസാനം കിട്ടത്തുള്ളൂ നമ്മുടെ തേജസ്കരണത്തിൽ. അപ്പോൾ ശരിക്കും മരിച്ചിട്ട് പിന്നെ മരിക്കാത്ത ഏക മനുഷ്യൻ, ആദ്യ മനുഷ്യൻ ആരാണ്? നമ്മുടെ കർത്താവ്. അതിന്റെ അർത്ഥം എന്താണ്? മരണത്തിന്റെ മേൽ ജയം പ്രാപിച്ചവനായ ജയാളിയാണ് നമ്മുടെ കർത്താവ് അല്ലെ? അത് വചനത്തിൽ നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കും. പാപത്തെയും മരണത്തെയും ജയിച്ചവനായ കർത്താവാണ് നമ്മുടെ കർത്താവ്. ആയതുകൊണ്ട് എന്താ നമ്മുടെ ഗുണമെന്നറിയാവോ? ഈ കർത്താവിന്റെ ജീവൻ എന്നിൽ വന്നാൽ എനിക്കും പാപത്തിന്റെയും മരണത്തിന്റെയും അധീനതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച് ജീവിക്കുവാൻ കഴിയും. അതാണ് റോമർ 6 പറഞ്ഞിരിക്കുന്നത്. അതിനാണ് പരിശുദ്ധാത്മ നിറവ് വേണമെന്ന് പറയുന്നത്. ആത്മാവിന്റെ പ്രമാണമായ യേശുക്രിസ്തുവിന്റെ ജീവൻ എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. റോമർ 6 1 വാക്യം അല്ലെ? റോമർ 8. അപ്പൊ ഈ പുനരുത്ഥാന ജീവന്റെ പങ്കാളിയായവർ പാപത്തിന്റെയും മരണത്തിന്റെ മേൽ ജയം കൊണ്ടാടി ജീവിക്കുവാൻ കഴിയും.
കണ്ടോ, അങ്ങനെ മരണത്തിന്റെ മേൽ ജയം കൈമാറുവാൻ ജയാളിയായവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പുനരുത്ഥാന ജീവന്റെ പങ്കാളിത്തം കാണാനുണ്ടോ? പാപത്തിന്റെയും പ്രലോഭനത്തിന്റെയും മേൽ നമുക്ക് ജയം കൊണ്ടാടുവാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിനെ കുറിച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട്, യേശുക്രിസ്തുവുമായിട്ട് സംസർഗമില്ല. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു മരണത്തെ ജയിച്ചതുപോലെ എനിക്ക് പാപത്തെ ജയിക്കുവാൻ കഴിയും. അല്ലാതെ മരിച്ചു കഴിഞ്ഞ കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ കല്ലറയിൽ നിന്ന് എഴുന്നേക്കും, അത് ശരി തന്നെ. അതിനു മുന്നോടിയായിട്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പാപത്തിനും പ്രലോഭനത്തിന്റെയും മേൽ എനിക്ക് ജയം കൊണ്ടാടുവാൻ കഴിയും. അത് കാഴ്ച വെക്കണം നമ്മൾ, അല്ലെ? അവൻ മരിച്ചവരിൽ ആദിജാതനും, മൂന്നാമതായിട്ട് ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമാണ്. നമ്മളധികം കേട്ടാത്ത ഒരു പ്രയോഗം അല്ലെ? നമ്മുടെ കർത്താവ് ആരാണ്? ഭൂരാജാക്കന്മാർക്കെല്ലാം അധിപതിയാണ്. ഇതാണ് കർത്താവ് പുനരുത്ഥാനം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മളോട് പറയണം, അവിടെ പോയി സുവിശേഷം പറയുമ്പോൾ ചിലവന്മാരും ഒന്ന് പറയും, ഇവിടെ സുവിശേഷം ഒന്നും പറയാൻ പാടില്ല. അവരാരാ? ഭൂരാജാക്കന്മാർക്കും അധിപതിയായവനാ നമ്മളെ അയച്ചിരിക്കുന്നത്. അപ്പോഴും അവിടുത്തെ ഒരു ലോക്കൽ ഒരുത്തം വന്നിട്ട് പറയുന്നത് പറ്റത്തില്ലെന്ന് പറയാൻ അവരെ അധികാരവും ഇല്ല. അവനോട് പോകാൻ പറ, അല്ലേ? നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട് സുവിശേഷം പറയുവാൻ. കാരണം എല്ലാ അധിപതിയുടെ മേലായ അധിപതിയാണ് നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. ഏത് അധികാരി വേണേ നമുക്കെതിരെ തിരിയട്ടെ, നമുക്കെതിരെ പ്രവർത്തിക്കട്ടെ. അത് വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിലാകട്ടെ, വീട്ടിൽ അച്ഛനോ അമ്മയോ ഭർത്താവോ ആര് വേണേ ആവാം. ഏത് അധികാരിയെക്കാളും മേളിലായ അധികാരിയാണ് നമ്മൾ അനുസരിക്കാൻ അറിഞ്ഞിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അനുസരിക്കാൻ പോയച്ച് ഏതെങ്കിലുമൊക്കെ അധികാരി നമുക്കെതിരെ തിരിഞ്ഞാലും പേടിക്കണ്ട. അതൊക്കെ ചിന്ന അധികാരികളാണ്. വലിയ അധികാരിയുടെ കീഴിലുള്ളവന്മാർ, അവരെയൊക്കെ ദൈവം നോക്കിക്കോ. ഇവിടെ പറഞ്ഞിരുന്നത് ഭൂരാജാക്കന്മാർ, പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഒക്കെ കർത്താവിന് കീഴെയാണ്. കണ്ടോ? അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് യേശു ക്രിസ്തു ആരാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രവാചകൻ എന്ന രീതിയിൽ അവൻ വിശ്വസ്ത സാക്ഷിയാണ്. ഒരു പുരോഹിതൻ എന്ന രീതിയിൽ നമുക്ക് വേണ്ടി മരിച്ച് യാഗമായി തീർന്ന് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവണ്. ഒരു രാജാവ് എന്ന രീതിയിൽ അവൻ സകല ഭൂരാജാക്കന്മാരുടെയും അധിപതിയാണ്. അതാണ് യേശു ക്രിസ്തു അഭിഷക്തനായ സകല പ്രവാചകന്മാരെക്കാളും വലിയ പ്രവാചകനും പുരോഹിതനും രാജാവുമാണെന്ന് നമ്മൾ പറയുന്നത്. ഇനി അവൻ ചെയ്ത പ്രവൃത്തി നോക്കിക്കേ, 6-ാമത്തെ വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും, അതാദ്യം പറഞ്ഞിരിക്കുന്നു. ബാക്കിയെല്ലാം പറയുന്നതിന് മുമ്പേ കർത്താവിന്റെ ഒരു പേര് തന്നെയാണ് നമ്മെ സ്നേഹിക്കുന്നവനും, അല്ലേ? ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ ആര് സ്നേഹിക്കുന്നില്ല. അതാ ഇന്ന് കണ്ടോ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. ആര് സ്നേഹിക്കുന്നില്ലേലും ഇവിടെ വചനത്തിൽ തന്നെ പറഞ്ഞു, നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഞാൻ ആരും പറഞ്ഞോണ്ട് നടക്കില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല, കേട്ടോ. നമ്മെ സ്നേഹിക്കുന്നില്ല, എന്ത് നല്ല വിശേഷണം, അല്ലേ? കർത്താവിനെ വിളിക്കാൻ പറ്റിയൊരു പേരാ എന്നെ സ്നേഹിക്കുന്നവൻ. രാവിലെ പ്രാർത്ഥിക്കാൻ നേരം ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വാക്ക്, അല്ലേ? എന്നെ സ്നേഹിക്കുന്നവനെ, അല്ലേ? കർത്താവ് നമ്മെ സ്നേഹിക്കുന്നവനാണ്. സ്നേഹിച്ചിട്ട് അവൻ എന്തോ ചെയ്തു? നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വെടിവെച്ചു. അതാണ് ശരിയായ സ്നേഹം. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ആരെങ്കിലും വന്നൊന്ന് തലോടിയെങ്കിൽ, കുറച്ച് കാശ് വന്നെങ്കിൽ, ഒരു ഉമ്മ വെച്ചെങ്കിൽ, കെട്ടിപ്പിടിച്ചെങ്കിൽ അതൊക്കെ കുഴപ്പമില്ല. യഥാർത്ഥ സ്നേഹം എന്താണെന്നറിയാമോ? എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഇപ്പൊ നമ്മൾ പോയി ഒരാളെ കെട്ടിപ്പിടിച്ചു, ഉമ്മയൊക്കെ കൊടുത്തു, അയാൾക്ക് അത്ര പിടിച്ചില്ല. എന്താണെന്നറിയാമോ? അയാൾ റെയിൽവേ ലൈനിൽ കിടക്കുക, ട്രെയിൻ ഇങ്ങനെ പോകും. നമ്മൾ ഉമ്മ കൊടുത്തു, കെട്ടിപ്പിടിച്ചു, വേണേ പൈസയും കൊടുക്കുകയാണ്. പക്ഷേ അങ്ങേര് കിടന്ന ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷിച്ചില്ല, അല്ലേ? ഇതാണ് മനുഷ്യരാശിക്ക് യഥാർത്ഥ പ്രശ്നം. നമ്മൾ പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കണം. അവിടാണ് സ്നേഹം. അപ്പൊ നമ്മളെ കർത്താവ് നമുക്ക് എവിടായിരുന്നോ പ്രശ്നം, അവിടെ തന്നെ നമ്മളെ വിടുവിച്ച് സ്നേഹിച്ചവനാണ്. എങ്ങനെയാ സ്നേഹിച്ചേ? പാപം പോക്കി. എങ്ങനെ? തന്റെ രക്തത്താൽ. ഇതാണ് സുവിശേഷം, അല്ലേ? നമ്മൾ നമ്മുടെ പാപം നിമിത്തം അനുഭവിക്കേണ്ടിയിരുന്ന യാതന, അതെന്തുവാ? ദൈവക്രോധം. നമുക്ക് വേണ്ടി ദൈവം തന്നെ ഒരു അവതാര പിറവി എടുത്ത് ഭൂമിയിൽ വന്ന് ഒരു പാപവും ചെയ്യാത്തവനായി ജീവിച്ചിട്ട് പോലും നമ്മുടെ പാപത്തിന്റെ ശമ്പളമായ മരണം, ദൈവക്രോധം അവൻ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു.
അതുകൊണ്ടാണ് നമുക്ക് ഈ രക്തത്താൽ പാപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നത്, പാപത്തിൽ നിന്നുള്ള കഴുകൽ ലഭിക്കുന്നത്. ഈ സുവിശേഷം കാരണമാണ് നമ്മൾ ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാനായി കടന്നു വരുന്നത്. നമുക്ക് ദൈവിക സമാധാനമുണ്ട്. ഒരു കുറ്റബോധത്തിലും നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. സകല പാപത്തിനും പരിഹാരാർത്ഥം കർത്താവ് രക്തം ചീന്തി, അല്ലേ? ഈ സുവിശേഷമാണ് നമ്മൾ അയൽപ്പക്കത്തൊക്കെ പോയി പറയേണ്ടത്. അങ്ങനെ വിടുവിച്ച് നിർത്തിയില്ല. മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു. നമുക്കൊരു ശുശ്രൂഷയും നൽകിയിട്ടുണ്ട്. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. പത്രോസിന്റെ ഭാഷയിൽ എന്താ പുരോഹിതന്റെ ജോലി? ദൈവത്തെ പ്രതിനിധാനം ചെയ്ത് ജനങ്ങളോട് ശുശ്രൂഷിക്കുക, ദൈവത്തിന്റെ അതരമാവുക, ദൈവത്തിന്റെ കരമാവുക, അല്ലേ? ദൈവത്തെ പ്രത്യക്ഷമാക്കി കൊടുക്കുക. അതാണ് ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുന്നവരാണ് പുരോഹിതൻ, അല്ലേ? പുരോഹിതൻ പ്രാർത്ഥിക്കണം, മധ്യസ്ഥത വഹിക്കണം, ശുശ്രൂഷിക്കണം. അങ്ങനെ നമുക്കൊരു ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടു കസേരയിലിരിക്കാം, അതൊരു പുരോഹിത വർഗം അല്ല. കസേര ഇരിക്കാൻ പിള്ളേർ മതി, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് ഇനി അവന്റെ രാജ്യത്തിന് വേണ്ടി പുരോഹിത ധർമ്മം വഹിക്കേണ്ടവരാണ്. അങ്ങനെ നമ്മളെ ആക്കി തീർത്തവന് ഇനിയാണ് ശരിക്കുള്ള പ്രബോധനം. ഇപ്പൊ കർത്താവ് ആരാണെന്ന് കണ്ടു, വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമാണ്. അവൻ നമ്മളെ എന്താ ചെയ്ത്? നമ്മെ സ്നേഹിച്ചു, നമ്മെ രക്തം ചീന്തി വിടുവിച്ചു, നമുക്കൊരു പുരോഹിത ധർമ്മവും നൽകി. എന്നിട്ട് അവസാനം പറഞ്ഞിരിക്കുന്നുണ്ടോ, അവന് ആരാധന ഇതാണേ, അവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. കേട്ടോ, യേശു ക്രിസ്തുവിന് കൊടുക്കുന്ന ആരാധന എന്താണ്? മഹത്വവും ബലവും. എന്താ മഹത്വം? സകല മാനവും എല്ലാ തേജസ്സും മഹിമയ്ക്കും യോഗ്യനായവൻ നീ മാത്രമാണെന്ന് പറഞ്ഞ് അത് കർത്താവിന് കൊടുക്കുക. അതാണ് മഹത്വം. പിന്നെ പറഞ്ഞിരിക്കുന്ന ബലം. ബലം എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആധിപത്യം എന്നുള്ള അർത്ഥത്തിലാണ്. ബലം, ഡൊമീനിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെ? ഭരണം ആണ് കുറച്ചുകൂടെ പച്ച മലയാളത്തിൽ പറഞ്ഞു. സകല മഹത്വവും ഭരണവും നിനക്കിരിക്കട്ടെ. പൊതുവെ മനുഷ്യരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ട് കാര്യം, ദൈവത്തിന്റെ കാര്യം വിടാം, വേറെ ഒരു മനുഷ്യന് പോലും കൊടുക്കാത്ത രണ്ട് കാര്യം ഏതൊക്കെയാ? ഒന്ന് ക്രെഡിറ്റ്. ഈ കാര്യത്തിനുള്ള ക്രെഡിറ്റ്, കയ്യടിയൊക്കെ എനിക്ക്, വേറെ ആർക്കും കയ്യടിയൊന്നുമില്ല. രണ്ട്, എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണം, അല്ലേ? കണ്ടിട്ടില്ലേ? നമ്മൾ ആരെങ്കിലും ക്രെഡിറ്റ് കൊടുക്കുമോ? ഈ കാര്യം ചെയ്തതിനുള്ള കയ്യടി, അതിന്റെ മഹത്വം വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ? ഇല്ല, എനിക്ക് തന്നെ. എല്ലാം ചെയ്തത് പിന്നെ എനിക്കായിട്ടല്ലേ, അല്ലേ? എല്ലാവരും എന്നെ ആരാധിക്കണം, എല്ലാവരും ഞാൻ വലിയ ആളാന്ന് പറയണം, കയ്യടി എനിക്ക്. രണ്ടാമത്തത്, എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രണമൊക്കെ ഞാൻ തന്നെ, ഞാൻ തീരുമാനം എടുക്കും. തന്നിഷ്ടക്കാരാണ് നമ്മളെല്ലാം. സ്വന്തം ഹിതത്തിൽ നടക്കണം, ആർക്കും കീഴ്പ്പെടാൻ പാടില്ല. പിള്ളേര് മാതാപിതാക്കൾക്ക് കീഴ്പ്പെടാൻ പാടില്ല, അല്ലെ? ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാൻ പാടില്ല, ഭർത്താക്കന്മാര് ഒരു യജമാനനും ജോലിക്കാരനോടും പാസ്റ്ററോടും കീഴ്പ്പെടാൻ പാടില്ല. ഇതാണ് നമ്മുടെ ലോകം. എവിടൊക്കെ കീഴ്പ്പെടണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം ഇപ്പൊ ലോകം അതിൻ്റെ ആവശ്യം. അതൊക്കെ പണ്ടേ ഏതോ അപ്പച്ചന്മാര് പറഞ്ഞ കാര്യം, ജാമ്പവാന്റെ കാലത്തെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതല്ലേ പറയുന്നത്? കീഴ്പ്പെടൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ കണ്ടോ, സ്വമേധ ആരാധന മൂത്തേച്ച് പറയുക, എല്ലാ കയ്യടിയും നിനക്കിരിക്കട്ടെ, എല്ലാ നിയന്ത്രണവും നിനക്കിരിക്കട്ടെ. അപ്പൊ യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട ആരാധന എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മഹത്വവും. ഞാൻ ആരാധനയ്ക്ക് യോഗ്യനല്ല കർത്താവേ, ഒരു കൈയടിക്കും സ്തോത്രത്തിനും ഞാനല്ല യോഗ്യൻ, നീയാണ് യോഗ്യൻ. എന്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും നന്മ ആരെങ്കിലും പറഞ്ഞാൽ അതിനുള്ള എല്ലാ കൈയടിയും മഹത്വവും ആരാധനയും നിനക്ക് മാത്രമാണ് യോഗ്യത. രണ്ടാമത്, എന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഞാൻ നിനക്ക് തരുന്നു, സമർപ്പണം, അല്ലെ? മൊത്തം ആരാധനയും സമർപ്പണവും ആർക്ക് കൊടുക്കണം? നമ്മെ സ്നേഹിച്ചവനും ക്രൂശിൽ രക്തം ചീന്തി നമ്മെ വിടുവിച്ച് ദൈവത്തിന്റെ പുരോഹിത വർഗം ആക്കിയവന് കൊടുക്കണം. അതാണ് ദൈവിക ആരാധന. അതായത് വെറുതെ പാട്ട് പാടിയുണ്ട് ആകില്ല. പാട്ടൊക്കെ പാടുമ്പോൾ ഹൃദയത്തിൽ സംഭവിക്കേണ്ടത് ഇതാണ്: സകല മഹത്വവും സകല ബലവും സൺഡേ രാവിലെ ആമേൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നേക്കും
എപ്പോഴും. അതിന് സമയവുമില്ല, കാലവുമില്ല, ഒരു തുടക്കവുമില്ല, ഒടുക്കവുമില്ല. എപ്പോഴും കർത്താവേ നിനക്ക് തന്നെ ആയിരിക്കട്ടെ. ഇത് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്തതിന്റെ കാരണം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതാരായി ദൈവം? സത്യം മാത്രം പറയുന്നവൻ, അല്ലേ? മരിച്ചവരിൽ ആദ്യജൻ, പുനരുത്ഥാനം പ്രാപിച്ചിട്ട് എനിക്കും ആ ജീവൻ നൽകുന്നവൻ, പാപം ചെയ്യാതെ ജീവിക്കുവാൻ എനിക്ക് ശക്തി നൽകുന്നവൻ, ജീവൻ നൽകുന്നവൻ, അല്ലേ? മൂന്നാമതായിട്ട് നമ്മൾ കണ്ടായിരുന്നു, അവൻ സകല അധികാരങ്ങൾക്കും മേലായ അധികാരിയാണ്. നമ്മൾ വീട്ടിൽ, ഞാൻ പണ്ട് ബൈബിൾ സ്റ്റഡിക്ക് വന്നിട്ടുണ്ട്, ഇവിടെ പഞ്ചായത്തിൽ ഒരു പോലീസുകാരൻ വന്നാൽ നമ്മൾ അതിനേക്കാളും ബഹുമാനം കൊടുക്കും, അല്ലേ? പോലീസുകാരൻ വന്ന ചോദിച്ചാൽ നാളെ നിങ്ങളുടെ വേലിയിൽ അവിടെ ഇരിക്കുന്ന പുല്ല് വെട്ടണമെന്ന് നമ്മൾ ഇന്നേ വെട്ടും. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം വരുമ്പോഴും പുല്ലൊക്കെ അവിടെ തന്നെ കാണും, ഇല്ലേ? നമുക്ക് കർത്താവ് പുല്ലാണ്, അതാണ് കുഴപ്പം. ഒരു ലോക്കൽ പഞ്ചായത്തിൽ ഒരു ക്ലർക്ക് പറഞ്ഞാൽ നമ്മൾ നാളെ ഓടിപ്പോകും ഓഫീസിൽ, അല്ലേ? കർത്താവ് പറഞ്ഞ ഉത്തർപ്രദേശോ, അയ്യോ ഇപ്പൊ വേണ്ട കർത്താവേ, ഞാൻ റിട്ടയർ ചെയ്തിട്ട് വരാം, അല്ലേ? അപ്പൊ കണ്ട, ക്ലർക്കാണ് നമുക്ക് വലുത്. യേശുക്രിസ്തു ഭൂരാജാക്കന്മാർക്കൊക്കെ അധിപതിയായിരിക്കും, ഈ രാജാവിന് അധിപതിയൊന്നുമല്ല, ഞാൻ തന്നെ ഇവിടെ രാജാവ്, അല്ലേ? അപ്പൊ ഇതാരാണ് കർത്താവെന്നും അവൻ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി രക്തം ചീന്തി നമ്മെ പിതാവിന്റെ പുരോഹിത വർഗമാക്കിയെന്നുമുള്ള ബോധ്യം വരുമ്പോഴേ, ഈ വെളിപ്പാടകത്ത് വരുമ്പോഴേ സ്വമേധ ഉള്ളിൽ നിന്ന് ആരാധന ഉണർന്നിട്ട് നമ്മൾ പറയും, കർത്താവെ പൂർണ്ണ മഹത്വം അങ്ങേക്കിരിക്കട്ടെ, പൂർണ്ണ നിയന്ത്രണം അങ്ങേക്കിരിക്കട്ടെ. അപ്പൊ യേശുക്രിസ്തു ആരാണെന്ന് അറിയും തോറും ആരാധന വർദ്ധിക്കും, സമർപ്പണവും വർദ്ധിക്കും. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, പ്രാർത്ഥന, വചന പഠനത്തിലൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കണം, എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കൂടുതൽ പരിജ്ഞാനം, വെളിപ്പാട് ദൈവാത്മാവ് ഉള്ളിൽ തരണം, എന്നിട്ട് കപടഭക്തിയിൽ നിന്ന് വിടുവിച്ച് എന്നെ യഥാർത്ഥ ആരാധനയിലേക്കും സമർപ്പണത്തിലേക്കും നയിക്കണമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അങ്ങനെ തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രബോധനം അവസാനിപ്പിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്നവനെ, സ്നേഹിച്ചവനെ എന്നല്ല, സ്നേഹിക്കുന്നവനെ എന്നവിടെ എഴുതിയിരിക്കുന്നല്ലോ കർത്താവേ. പണ്ടെപ്പോഴോ ഒരു തടിക്കുരിശിൽ മരിച്ചു, അപ്പോൾ നീ ഞങ്ങളെ സ്നേഹിച്ചു എന്നല്ലല്ലോ കർത്താവേ. ഇപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്നവനെ കർത്താവേ, എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്നവൻ നീയാണ് കർത്താവേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര വലിയ കർത്താവ്, സകല ആധിപത്യവുമുള്ള കർത്താവ്, സ്വർഗത്തിലെ സകല മഹത്വവും വെടിഞ്ഞ് ഭൂമിയിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് പുനരുത്ഥാനം പ്രാപിച്ചല്ലോ കർത്താവേ. ആ മരണ പുനരുത്ഥാന പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളത്തിൽ അങ്ങയെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കട്ടെ. അങ്ങയെ വിലമതിക്കുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള ഒന്നിനേക്കാളും സകലത്തിനും ഉപരിയായി അങ്ങയെ സ്നേഹിക്കുന്ന ആദ്യ സ്നേഹം ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന് മുകളിലായി ഉപരിയായി ഒന്നിനെയും സ്നേഹിക്കാതെ കർത്താവെ, അങ്ങയുടെ മഹത്വത്തിന് ഒത്തവണ്ണമുള്ള ഒരു ആരാധന കരയേറ്റുവാൻ ഞങ്ങളെവരെയും സഹായിക്കണമേ. അതരങ്ങൾ കൊണ്ടും ഹൃദയങ്ങൾ കൊണ്ടും സകല മഹത്വവും ഫലവും ആധിപത്യവും അങ്ങേക്ക് തന്നെ കരയേറ്റുവാൻ ഞങ്ങളെവരെയും സഹായിക്കണമേ. കപടഭക്തിയിൽ നിന്ന് വിടുവിച്ച് അങ്ങേക്ക് അനുയോജ്യമായ ആരാധന കഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണ മഹത്വവും പൂർണ്ണ നിയന്ത്രണവും അങ്ങേക്ക് തന്നെ എന്നേക്കും നൽകുവാൻ തക്കവണ്ണമുള്ള ഹൃദയങ്ങൾ ഞങ്ങളിൽ മെനഞ്ഞെടുക്കണമേ. തുടർന്നുള്ള ആരാധനയുടെ മറ്റു ഭാഗങ്ങളിലും വിശേഷാൽ ഞങ്ങളുടെ വചന ശുശ്രൂഷയിലും എല്ലാം പരിശുദ്ധാത്മാവ് ആ രീതിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.